ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നാൽ ഫാസിസ്റ്റുകൾക്കെതിരായ യുദ്ധത്തെ പിന്തുണയ്ക്കാമെന്ന് ബ്രിട്ടനോട് കോൺഗ്രസ് പറഞ്ഞതിനെ നിശിതമായി എതിർത്ത പാർട്ടി ബ്രിട്ടന് നിരുപാധികം പിന്തുണ നൽകാൻ തയ്യാറായി. അതിനവർ പറഞ്ഞ ന്യായമായിരുന്നു ബഹുക്ഷേമം. നമുക്ക് സൈദ്ധാന്തികമായ നിലപാടുണ്ട്, അതിനാൽ സഹായം നിരുപാധികമായിരിക്കും. അതേസമയം കോൺഗ്രസിനെ അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് നയം കൂടുതൽ ശക്തമായി. ജനകീയ യുദ്ധത്തിന് നിരുപാധിക പിന്തുണ നൽകിയ കമ്മ്യൂണിസ്റ്റുകളോട് ബ്രിട്ടനുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്തു. മാത്രമല്ല, ബ്രിട്ടീഷ് സർക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഹകരിച്ച് പ്രവർത്തിക്കാനും ആരംഭിച്ചു. ഈ രഹസ്യ ബാന്ധവത്തിനുള്ള തീരുമാനം പാർട്ടി എടുത്തത് 1941 നവംബറിലാണ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ യുദ്ധശ്രമങ്ങൾക്ക് നിരുപാധിക പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് കാണിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദൂതൻ വൈസ്രോയി കൗൺസിലിലെ ആഭ്യന്തര കാര്യങ്ങളുടെ ചുമതലയുള്ള സർ റെജിനാൾഡ് മാക്സ്വെല്ലിനെ സമീപിച്ചു. തടവിൽ കഴിയുന്ന മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെയും വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു. യുദ്ധശ്രമങ്ങളോടുള്ള കാഴ്ചപ്പാട് മാറിയെന്നും ഇപ്പോൾ നടക്കുന്ന യുദ്ധം ജനകീയ യുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞെന്നും യുദ്ധത്തെ സഹായിക്കണമെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു വരണമെന്നും എഴുതി കൊടുത്തതനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയെല്ലാം സർക്കാർ വിട്ടയച്ചു. സുനിൽ മുഖർജി, രാഹുൽ സംകൃതയായൻ, എസ്.വി. ഖാട്ടെ, എസ്.എ. ഡാംഗെ, ബി.ടി. രണദിവെ, ഡി.എൻ. മജുംദാർ തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അങ്ങനെ ജയിൽ മോചിതരായി.